ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം വ്യത്യസ്തമായിരിക്കും. ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ആചാരങ്ങളിൽ ഭൂരിഭാഗവും നിലനിൽക്കുന്നത്. അതിൽ തന്നെ ജനനം, ആർത്തവം, മരണം എന്നിവയെ ചുറ്റിപ്പറ്റി വിചിത്രമായ ആചാരങ്ങളും ഉണ്ടാവും. വെനസ്വേലയുടെയും ബ്രസീലിൻ്റെയും അതിർത്തിയിൽ ആമസോൺ മഴക്കാടുകളിൽ കഴിയുന്ന യാനോമാമി എന്ന ഗോത്ര വിഭാഗത്തിനുമുണ്ട് അത്തരമൊരു ആചാരം. മരിച്ചവരുടെ ആത്മാക്കളെ സന്തോഷിപ്പിക്കാൻ അവരുടെ ചിതാഭസ്മം ഭക്ഷണമാക്കുന്നതാണ് ഇവരുടെ രീതി. ഏതാണ്ട് 35,000-ഓളം അംഗങ്ങളുള്ള ഗോത്രവർഗമാണ് യാനോമാമി. മഴക്കാടുകൾക്കുള്ളിൽ 250-ഓളം ഗ്രാമങ്ങളിലായാണ് ഇവർ അധിവസിക്കുന്നത്. വേട്ടയാടി ജീവിക്കുന്നവരാണിവർ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് യാനോമാമി വിഭാഗത്തിൽപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകൾ. ഇവരുടെ വിശ്വാസപ്രകാരം മരണം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ശത്രുപക്ഷത്തുള്ള ഗോത്രവിഭാഗം തങ്ങളിൽ ഒരാളെ ലക്ഷ്യം വച്ച് ദുഷ്ടശക്തികളെ അയക്കുന്നത് മൂലമാണ് മരണമുണ്ടാകുന്നത്. അതിനാൽ ആ വ്യക്തിയുടെ ആത്മാവിനെ സംരക്ഷിക്കേണ്ടതും ആത്മാക്കളുടെ ലോകത്ത് സുരക്ഷിതമായി സന്തോഷത്തോടെ കഴിയാൻ അവസരമൊരുക്കേണ്ടതും തങ്ങളുടെ കടമയാണെന്ന് ഇവർ കരുതുന്നുണ്ട്. ദുഷ്ടശക്തികളെക്കുറിച്ചുള്ള ഈ അമിത ഭയം മൂലം ചിലയിനം പക്ഷികളെ ഇവർ വേട്ടയാടാറില്ല. വേട്ടയാടപ്പെടുന്ന പക്ഷിയുടെ ആത്മാവിന് ശരീരത്തിൽ പ്രവേശിച്ചാൽ ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല എന്നതിനാലാണിത്. അതേപോലെ മരണപ്പെട്ട വ്യക്തിക്ക് ചില പ്രത്യേക രീതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താത്ത പക്ഷം ജീവലോകത്ത് തന്നെ അവർ തുടരുമെന്നും ഗോത്രവിഭാഗം കരുതുന്നു. ഒരാൾ മരണപ്പെട്ടാൽ ഇവർ പെട്ടെന്ന് ശവസംസ്കാരം നടത്താറില്ല. പകരം കാടിനുള്ളിൽ 30 മുതൽ 45 ദിവസം വരെ ഇലകൾ കൊണ്ട് മൂടിയ നിലയിൽ മൃതദേഹം സൂക്ഷിക്കും. ശരീരം അഴുകിയ അസ്ഥി മാത്രമാകുന്ന അവസ്ഥയിൽ ഈ എല്ലുകൾ ശേഖരിച്ചാണ് യഥാർത്ഥ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മരണം നടന്ന് 1 മാസത്തിലേറെ പിന്നിടുമെങ്കിലും ആ സമയത്താണ് ഗോത്രത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതിന്റെ മുഴുവൻ വേദനയും അവർ കരച്ചിലിലൂടെ പ്രകടമാകുന്നത്. അങ്ങനെ അസ്ഥികൾ സംസ്കരിച്ചതിനു ശേഷം ആ ചാരം സൂപ്പുകൾ ഉണ്ടാക്കാനായി ശേഖരിച്ചു വെക്കുന്നു. പുളിപ്പിച്ചെടുത്ത വാഴപ്പഴത്തിനൊപ്പം ഈ ചിതാഭസ്മം കലർത്തി സൂപ്പ് തയ്യാറാക്കി അത് ഗോത്ര സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും കഴിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമാണ്. ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരുടെ മൃതശരീര ഭാഗങ്ങൾ ആചാരത്തിന്റെ ഭാഗമായി ഭക്ഷിക്കുന്നത് എൻഡോ കാനിബാലിസം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും ഇത് ഭക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാക്കിയ മിശ്രിതം മത്തങ്ങ പോലെയുള്ള ഒന്നിൽ ഒഴിച്ച ശേഷം എല്ലാവരും ഒന്നായിരുന്നു കുടിക്കുന്നു. വരും തലമുറകൾക്കും തുണയായി മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചിതാഭസ്മമടങ്ങിയ സൂപ്പ് ഭക്ഷിക്കുന്നത്. എന്നാൽ എതിർഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആക്രമണത്തിലാണ് ഒരു വ്യക്തി കൊല്ലപ്പെട്ടതെങ്കിൽ ചാരം ഇവർ ഉടനെ ഭക്ഷണമാക്കില്ല. മരണപ്പെട്ട വ്യക്തിയുടെ സന്തോഷത്തിനായി ഗോത്രാംഗങ്ങൾ ശത്രു സമൂഹത്തോട് പ്രതികാരത്തിനിറങ്ങും. പ്രതികാരം പൂർത്തിയാക്കാൻ എത്ര കാലമെടുക്കുമോ അത്രയും നാൾ ചിതാഭസ്മം സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രതികാരം നിറവേറ്റുന്ന രാത്രിയിൽ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾ ഒന്നായി ചേർന്നിരുന്ന് സൂപ്പ് തയ്യാറാക്കി ഭക്ഷിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ പ്രതികാരം ചെയ്യാത്ത ആത്മാവിനെ മറ്റൊരു ലോകത്തേക്ക് അയക്കുന്നത് തെറ്റാണെന്നതാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. മരണപ്പെട്ടു എന്നുറപ്പാക്കിയ വ്യക്തിയുടെ ജഡം കിട്ടാത്ത സാഹചര്യം ഗോത്രവിഭാഗർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. മൃതദേഹം ഭക്ഷിക്കാനാവാതെ വന്നാൽ ആത്മാവ് ഭൗതിക ലോകത്ത് തന്നെ സന്തോഷമില്ലാതെ തുടരും എന്നതാണ് ഇവരെ വിഷമിപ്പിക്കുന്നത്.